ഹായ് ഗൈസ്. സോ ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നൊരു മെത്തേഡാണ് ഫിൽട്ടർ മെത്തേഡ്. സോ ഫൈൻഡും ഫൈൻഡെക്സ് ഒക്കെ നമ്മൾ ഗോ ത്രൂ ചെയ്തില്ല, അതൊക്കെ നമുക്ക് സിംഗിൾ എലമെൻറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ചിലപ്പോൾ നമുക്ക് വേണ്ടത് അറയിൽ നിന്ന് ചില ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്തിട്ട് ബാക്കി ചില ഐറ്റംസ് ഡ്രോപ്പ് ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും. സോ അതിനൊക്കെയാണ് നമ്മൾ ഫിൽറ്ററിങ് യൂസ് ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ അറയുണ്ട്, പ്രൈസസ് അറയുണ്ട്. സോ ഈ പ്രൈസസ് അറയിൽ ബേസിക്കലി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് നമ്മുടെ റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ ഈ 6ന് പ്രൈസ് ഈ 6ന് മുകളിലുള്ളതാണെങ്കിലൊക്കെ നമുക്ക് വേണം. ഓക്കെ, സോ ബേസിക്കലി ഈ 6ന് മുകളിലുള്ള വാല്യൂസ് എല്ലാം നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിൽട്ടർ മെത്തേഡ് യൂസ് ചെയ്യാം. സോ 6ൽ കൂടുതലുള്ള പ്രൈസ് മാത്രം ഔട്ട്പുട്ട് കാണിച്ചാൽ മതി നമുക്ക്. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഫിൽട്ടർ മെത്തേഡ് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു വേരിയബിൾ എടുക്കാം, കോൺസ്റ്റ് ഫിൽട്ടർ ഡാറ്റ വിൽ സേ. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഈ അറേ കൊടുക്കുന്ന അറേ ഡോട്ട് ഫിൽട്ടർ. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ബേസിക്കലി 2 ആർഗ്യുമെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. 3 ആർഗ്യുമെൻറ്റ് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ 2 അല്ലെങ്കിൽ 3 അങ്ങനെ കൊടുക്കാം. ഇപ്പോൾ ഞാൻ 3 വെച്ച് എഴുതാം. സോ ഇൻഡിവിജ്വൽ പ്രൈസ് വരും നമുക്ക് ആദ്യം, പിന്നെ അതിന് ഇൻഡെക്സ് വരും, പിന്നെ നമുക്കുള്ളത് ഈ ഫുൾ അറേ പ്രൈസ് അറേ ആണ്. ഓക്കെ, അതൊരു കോൾ ബാക്ക് ഫംഗ്ഷനാണ്. അനോണിമസ് ആയിട്ട് നമ്മൾ ആരോ ഫംഗ്ഷൻ എഴുതാണ്. അവിടെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഈ പ്രൈസ് എടുക്കുന്ന സിംഗിൾ എലമെൻറ്റ് പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 6 എന്ന് പറയണം. എന്നിട്ട് ഈ ഫിൽട്ടർ ഡാറ്റയാണ് നമ്മളിവിടെ കൺസോൾ ലോഗ് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഫിൽട്ടർ മെത്തേഡാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ അറേ ഡോട്ട് ഫിൽട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അറേയിലെ എവറി ഐറ്റമിലും അത് കോൾ ബാക്ക് ഫംഗ്ഷൻ റൺ ചെയ്യും. ഓരോ ഐറ്റം എടുത്തിട്ട് അത് ഈ കോൾ ബാക്ക് ഫംഗ്ഷൻ റൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോൾ ബാക്ക് റിട്ടേൺ ബേസിക്കലി ട്രൂ റിട്ടേൺ ചെയ്താൽ അതെന്ത് ചെയ്യും, ഇത് ട്രൂ ആണെങ്കിൽ ഇപ്പോൾ 10 സംതിങ് ഈസ് ഗ്രേറ്റർ ദാൻ 6, ഇറ്റ്സ് ട്രൂ ആക്ച്വലി അല്ലേ, അത് ട്രൂ ആണ്. സോ അത് എന്ന് വെച്ചാൽ അത് പുതിയ അറയിൽ ഈ വാല്യൂ എന്ത് വാല്യൂ എന്ന് വെച്ചാൽ അത് കീപ്പ് ചെയ്യും പുതിയ അറയിലേക്ക്. ഇതാണ് നമ്മുടെ പുതിയ അറേ, ഈ അറയിലേക്ക് ആ വാല്യൂ കീപ്പ് ചെയ്യും. ഇനി ഇപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്ന അടുത്ത വാല്യൂ 6നേക്കാളും ചെറുതാണ് 5.9 എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫോൾസായി മാറും, ആ ഐറ്റം അവിടെ ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അടുത്ത ഐറ്റം ഇപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യും. സോ ഫസ്റ്റ് ഇവിടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് വാല്യൂ 6നേക്കാളും വലുതാണ്, ഇത് ഈ അറയിലേക്ക് ഇടും. ഇത് 6നേക്കാളും ചെറുതാണ്, അത് ഡ്രോപ്പ് ചെയ്യും. അടുത്ത പോകും 6നേക്കാളും ചെറുതാണ്, ഡ്രോപ്പ് ചെയ്യും. ഇതും 6നേക്കാളും ചെറുതാണ്, കാരണം ഈ ഈക്വൽ ടു ആണല്ലോ വരുന്നത്. 6 ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വരില്ലല്ലോ. സോ 6 ഈക്വൽ ടു ഉണ്ട്. സോ ഇത് കണ്ടീഷൻ ഫോൾസ് ആണ്, ഇതും ഡ്രോപ്പ് ചെയ്യും. ഇത് 6നേക്കാളും ഗ്രേറ്റർ ആണ്, സോ ഇത് കീപ്പ് ചെയ്യും. ആക്ച്വലി അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഫിൽട്ടർ ഡാറ്റ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൺ ചെയ്തിട്ട് ഫിൽട്ടർ ഡാറ്റ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും 6നേക്കാളും വാല്യൂസ് മാത്രമേ നമുക്ക് ഈ 2 ഐറ്റത്തിലുള്ളൂ. സോ ഇത് രണ്ടും നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് വെച്ചാൽ ഫിൽട്ടർ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഒറിജിനൽ അറേസിനെ അത് ചേഞ്ച് ചെയ്യില്ല. ഇത് റിട്ടേൺ ചെയ്യുന്ന പുതിയ അറയാണ്. ഈ പ്രൈസസിനെ ടച്ച് ചെയ്യില്ല. അതിന് പകരം ആ ഒരു അറേ നമുക്ക് തൊടില്ല, വാല്യൂസ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുള്ളൂ. ചേഞ്ചസ് എല്ലാം ഉണ്ടാകുന്നത് ഈ ഫിൽട്ടർ ഡാറ്റ ഈ അറയിലാണ് വരുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാണ് ഇത് ഫിൽട്ടർ ഡാറ്റ അറയാണ് ബേസിക്കലി നമ്മുടെ ഈ വേരിയബിൾ. ഇതാണ് ബ്രാൻഡ് ന്യൂ അറേ ആയിട്ട് റിട്ടേൺ ചെയ്യുന്നത്. സോ പ്രൈസസ് ഇവിടെ ഈ പ്രൈസസ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം തന്നെയായിരിക്കും. ഫിൽട്ടേർഡ് ഇതിൻ്റെ ബേസിക്കലി ഇതിൻ്റെ സബ്സെറ്റ് അറേ പോലെ ആയിരിക്കും. ലൈക്ക് നമുക്ക് എന്ത് ഓപ്പറേഷൻ ചെയ്തിട്ട് പുതിയ അറയിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. സോ ഫൈൻഡ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തിരുന്നു അല്ലേ. അതെന്ന് വെച്ചാൽ ഫസ്റ്റ് മാച്ചിങ് എലമെൻറ്റ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈൻഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഫിൽട്ടർ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഓൾ മാച്ചിങ് എലമെൻറ്റ്സ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈക്ക് അത് നമ്മൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ കഴിഞ്ഞാൽ ആ എലമെൻറ്റ്സ് എല്ലാം അറേ ആയിട്ട് റിട്ടേൺ ചെയ്യണം ബേസിക്കലി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിൽട്ടർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ കോൾ ബാക്ക് ഫിൽട്ടർ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ കോൾ ബാക്ക് മസ്റ്റ് എന്താ പറയുക, ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കണം. ഓക്കെ, പിന്നെ ഇത് കുറച്ച് കോമൺലി യൂസ്ഡ് ആണ് ഈ ഫിൽട്ടർ മെത്തേഡ്. എന്തായാലും നിങ്ങളുടെ പ്രൊജക്ട്സിൽ യൂസ് ചെയ്തേ പറ്റുള്ളൂ ഫിൽട്ടർ മെത്തേഡൊക്കെ. സോ ഇത് ഗോ ത്രൂ ചെയ്യാം ഫിൽട്ടർ മെത്തേഡും. പിന്നെ ചിലർ ചോദിക്കും ഫൈൻഡ് ഫിൽട്ടർ തമ്മിൽ ഡിഫറൻസ് എന്താണെന്നൊക്കെ ചോദിക്കും. സോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എന്താണ് ഫൈൻഡ്, എന്താണ് ഫിൽട്ടർ എന്നുള്ളത്, എന്താണ് ഡിഫറൻസ് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് വെക്കുക. സോ ഫൈൻഡ് നമ്മൾ മുമ്പ് കവർ ചെയ്തിരുന്നതാണ്, ഇത് ഫിൽട്ടറാണ്, ഇതും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ റാപ്പ് അപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.